ചെറുപ്പത്തിലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്. പറയും മോളെ അമ്മക്ക് എങ്ങനെ അത് സാധിക്കുക, അങ്ങനെയൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയും അമ്മേ പുസ്തകവും പേനയൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും, എന്തായാലും എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞതുവാ. വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. തമ്പൂരാനെത്തിയിടും മുമ്പേ കരിങ്ങാലങ്കോര ഭരിച്ചാട്ടേ. നമസ്കാരം. ജീവിത പ്രാരാബ്ദങ്ങൾക്കും കഷ്ടതകൾക്കും നടുവിൽ നിന്ന് കരളുറപ്പിൻ്റെ കരുത്തിൽ പഠനം പൂർത്തിയാക്കി നീറ്റ് പരീക്ഷയിൽ 89ാം റാങ്കോടുകൂടി MBBS പ്രവേശനം നേടിയ ഒരു മിടുക്കിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇത് കോഴിക്കോട് കാക്കൂർ തീർത്ഥങ്കര മീത്തൽ ബേബിയുടെയും സുലോചനയുടെയും മകൾ ബിൻസി. കാക്കൂർ 11/4 മേപ്പാടിച്ചാലിൽ കോളനിയിൽ നിർമ്മാണം പൂർത്തിയാവാത്ത വീട്ടിലാണ് ബിൻസിയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബാംഗങ്ങളുടെ രോഗങ്ങളും തീർത്ത പ്രതിസന്ധികൾക്കിടയിലും നീറ്റ് പരീക്ഷയിൽ 89ാം റാങ്ക് നേടി MBBS പ്രവേശനം നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് ഈ മിടുക്കി. നമുക്ക് ബിൻസിയുടെ വാക്കുകൾ കേൾക്കാം. ഞാൻ +2 പഠിച്ചത് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ആ കൊല്ലം എനിക്ക് ക്ലാസ്സിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഡെങ്കിപ്പനിയും അതേപോലെ തന്നെ അപ്പൻഡിക്സിൻ്റെ ഒരു സർജറി ഉള്ളത് കാരണം. പിന്നെ 2019 ഞാൻ കാറ്റസിൽ റിപ്പീറ്റ് ചെയ്ത് അവിടെ റുബി സാറെ നല്ല മനസ്സ് കാരണം ഫീസിൽ ഇളവൊക്കെ തന്ന് ഒരു കൊല്ലം ഹോസ്റ്റലിൽ ഇന്ന് പഠിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ നല്ല റാങ്ക് കിട്ടിക്ക് ഇന്ന് MBBSന് അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞത്. ഓൾ ഇന്ത്യ റാങ്ക് 70,770. പിന്നെ അത് കേരള റാങ്ക് വന്നപ്പോൾ 7,929. SC കാറ്റഗറിയിൽ 89 എൻ്റെ നമ്പറായിട്ട് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കണ്ണൂർ മെഡിക്കൽ കോളേജ് പരിയാരത്ത് കിട്ടി. ഇനി ഹയർ ഓപ്ഷൻ കൊടുത്ത് അതിൻ്റെ മുകളിലേക്കുള്ള കോളേജ് കിട്ടിയാൽ എന്തായാലും അവിടെ പോയി അഡ്മിഷൻ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ജീവിത ദുരിതത്തിൻ്റെ കയ്പ് നീരിനിടയിൽ ബിൻസി നേടിയ MBBS പ്രവേശനം ഒരു കുടുംബത്തിനാകെ മധുരമാവുകയാണ്. അച്ഛൻ ബേബി വിഷാദരോഗിയും സഹോദരൻ നെബിൻ ഭിന്നശേഷിക്കാരനുമാണ്. ഇതുമൂലം അമ്മ സുലോചനയ്ക്ക് സ്ഥിരം ജോലികൾക്ക് പോകുവാനും കഴിയുന്നില്ല. വിധി തീർത്ത വിലങ്ങുതടികളെ കരളുറപ്പുകൊണ്ട് നേരിടുന്ന അമ്മയുടെ വാക്കുകളിലൂടെ. ഞങ്ങൾ രണ്ടാമത്തെ മോളാണ് ബിൻസി. ഓളാണിപ്പോൾ MBBS കിട്ടിയത്. പിന്നെ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് മക്കളെ പഠിപ്പിച്ചത്. അച്ഛനും വയ്യായി ആയതുകൊണ്ടും പിന്നെ വയ്യാത്തൊരു മോനുള്ളതുകൊണ്ട് എനിക്കും പണിക്കൊന്നും പോകാൻ പറ്റൂല. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പും അങ്ങനെ പിന്നെ എല്ലാവരും സഹായിച്ചിട്ടൊക്കെയാണ് പഠിച്ചിത്ര എത്തിയത്. മോൾക്ക് ചെറുപ്പത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓളോട് പറയുമ്പോൾ തന്നെ ഞാൻ പറയും മോളെ അമ്മക്ക് എങ്ങനെ അത് സാധിക്കുക, അങ്ങനെയൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓളിനോട് പറയും അമ്മേ പുസ്തകവും പേനയൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും, എന്തായാലും എത്രയോ പ്രാവശ്യം ഓളിനോട് പറഞ്ഞതുവാ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ച് ഇത്ര എത്തി. ഇനിയും നല്ലൊരു ഡോക്ടറായി പഠിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഭർത്താവിന് 13 വർഷമായി വിഷാദരോഗം തുടങ്ങിയിട്ട് ഇതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴും. വയ്യായൊക്കെ വരുമ്പം തീരെ പണിക്ക് പോകാനൊന്നും പറ്റൂല. അത് ഒരു ദിവസം 5 ഗുളിക വീതം വെച്ചാൽ എപ്പോഴും കഴിക്കുന്നു. ഗുളിക കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരവസ്ഥയൊക്കെ വരലുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾക്ക് ഗുളികയെല്ലാം ആശുപത്രിയിൽ നിന്ന് കിട്ടും. കിട്ടാത്ത സമയത്ത് എന്തായാലും ഇത് നിർത്താൻ പറ്റാതായതുകൊണ്ട് എങ്ങനെയെങ്കിലും വാങ്ങും. പിന്നെ മൂത്ത കുട്ടിയാണ് നബിൻ. അവന് പ്രസവിച്ചപ്പോഴേ വയ്യാത്ത കുട്ടിയാണ്. 1.5 മാസം പ്രായമായപ്പോഴാണ് അവന് ഷുഗർ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു RBS 560 ഉണ്ടായിരുന്നു. അത് തലച്ചോറിനെ ബാധിച്ചിട്ട് ചെറിയൊരു ബുദ്ധിമാന്ദ്യമുണ്ട്. ഇതുവരെ ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയാണ് അവന്. കുറേ ഒരു 2 വയസ്സായപ്പോൾ ഒക്കെ 4 മാസം വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുക. അപ്പോൾ കുറേ ഡോക്ടേഴ്സും ഞങ്ങൾ കുടുംബത്തിലും എല്ലാവരും സഹായിച്ചിട്ടാണ് അതിന് ഇത്രയും എത്തിക്കാൻ പറ്റിയത്. ഇപ്പം തന്നെ പിന്നെ ടെസ്റ്റിനും എല്ലാം നല്ല പൈസ വരുന്നുണ്ട്. മരുന്ന് ചില സമയത്ത് ആശുപത്രികളിൽ നിന്ന് കിട്ടും. അല്ലാത്തവരെ മരുന്നും വാങ്ങണം. ഇൻസുലിൻ നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു ദിവസം ഇല്ലെങ്കിൽ പാടാം. പിന്നെ ചെറിയ മോളാണ് ബിന്ന. ഓൾ ഇപ്പോൾ മീൻചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്.
മക്കളൊക്കെ നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ 1 ലക്ഷം വെച്ച് മാത്രമാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഓരോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പഠിച്ച് വന്ന് സ്കോളർഷിപ്പും പിന്നെ അങ്ങനെ സ്കൂളിൽ നിന്ന് പൈസ പോലും അവർ വാങ്ങൂല, PTA ഫണ്ടോ അങ്ങനെയൊന്നും വാങ്ങല്ല. യൂണിഫോമെല്ലാം ഫ്രീ ആയിട്ടൊക്കെ തന്നത് ഇത്രയും കാലം, പുസ്തകങ്ങളും എല്ലാം തരും. ഒന്നാമത് മോൻ്റെ കാര്യം ഓർക്കുമ്പോൾ വിചാരിക്കും മോനെ ഏട്ടനെ നോക്കണമെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയിട്ടല്ലേ ഏട്ടനെ നോക്കാൻ പറ്റും. അതൊരു ഓർമ്മ 2 മക്കൾക്കുണ്ട്. അങ്ങനെ ഇത്ര എത്തി. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ബിൻസി നടത്തിയ കഠിന പരിശ്രമത്തെക്കുറിച്ച് സഹോദരി ഭിന്ന പറയുന്നതിങ്ങനെ. എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു MBBS നേടണമെന്ന്. അപ്പോൾ ചേച്ചി കൂടുതൽ നല്ലോണം പരിശ്രമിച്ചിരിക്കുക. അതുപോലെ ദൈവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചീൻ്റെ ഓരോ ബുക്കുകളിലൊക്കെ ഞാൻ കാണണ്ടായിരുന്നു, ഇത് നേടണം, MBBS നേടണം, ഞാൻ പരിശ്രമിക്കൂ അങ്ങനെയൊക്കെ എഴുതി വെക്കലുണ്ടായിരുന്നു. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാലങ്കോര ഭരിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാലങ്കോര ഭരിച്ചാട്ടെ. തകതക താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ. ആ ഏ ഓ ആ വെറ്റ്ലമൻ തിന്നവളെ വെറ്റ്ലമൻ തിന്നവളെ തത്ത ചുണ്ടുള്ള മാമുറുക്കേ അന്തിക്കൊരുത്തി മുറിക്കിച്ചു അപ്പിച്ചു വീണത് കെട്ടിലാണേ. വെറ്റ്ലമൻ തിന്നവളെ തത്ത ചുണ്ടുള്ള മാമുറുക്കേ അന്തിക്കൊരുത്തി മുറിക്കിച്ചു അപ്പിച്ചു വീണത് കെട്ടിലാണേ. തകതക താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ. ആ ഏ ഓ ആ താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാലങ്കോര ഭരിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാലങ്കോര ഭരിച്ചാട്ടെ. തകതക താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ താത്തിനന്തകത്തെയ്താരാ തകതിനന്തകത്തെയ്താരാ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരാ. ഞങ്ങളെ വീട് 15 വർഷം മുന്നേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസ ഉണ്ടാക്കിയ വീട്, പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. അന്നത്തെ കട ഇന്നുണ്ട് ഞങ്ങൾക്ക്. ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവിന് സുഖമില്ലാണ്ടായത്. അപ്പം ഇന്നും എടുത്ത പണീനെ കടം തീർന്നിട്ടുമില്ല, പണിയും പൂർത്തിയാകാണ്ട് കിടക്കുക. അപ്പോൾ മക്കൾ എല്ലാവരും വലുതായി. അപ്പോൾ ആ വീടും കൂടെ ഒന്ന് പണി തീർക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. 15 വർഷം മുന്നേ ഞങ്ങൾ ഈ വീടിൻ്റെ പണി എടുപ്പിച്ച 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം കോഴിക്കോട് പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിൽ പണയം വെച്ച ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. അന്ന് 25,000 ഉറുപ്പിക്ക് വെച്ചതായിരുന്നു. അത് കഴിഞ്ഞ് വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഭർത്താവിന് അസുഖം വന്നത്. മക്കളെ പഠിപ്പിനും പിന്നെ ഞങ്ങളെ ചെലവിനും എല്ലാം രവന്നൂരുള്ള മാമൻ്റെ മക്കൾ, ഇവിടെയുള്ള അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളും പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര എത്തിയത്. പിന്നെ നന്മൻ്റെ ഹൈസ്കൂളിലെ ടീച്ചേഴ്സും ആർട്സ് കോളേജിലെ ടീച്ചേഴ്സും എല്ലാവരും ഇപ്പോഴും ഞങ്ങളെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് അസുഖം വന്നേരം എല്ലാത്തിനും ഇവിടെ ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരും സഹായിച്ചിട്ടാണ് ഇത്രയും നീണ്ടു പോകുന്നത്. മരുന്നിനെല്ലാം ഇപ്പോഴും അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളും മാമൻ്റെ മക്കളും എല്ലാവരും പൈസ പിന്നെ ചെലവിനും കൊണ്ടുത്തരും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ മോളെ പിന്നെ ഡിഗ്രിക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് അവിടുത്തെ ടീച്ചർ ആ PTA ഫണ്ടെല്ലാം തന്ന് പ്രിയ ടീച്ചർ ആർട്സ് കോളേജിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ, പിന്നെ നന്മ ഹൈസ്കൂളിലെ തസ്ലീന ടീച്ചർ. ഇവിടേക്കുള്ള നാട്ടിലൊക്കെ എന്തെങ്കിലും കിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 കിറ്റ് വീതം തരും. എന്നുവെച്ചാൽ മോന് അസുഖമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്ത് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ മൂത്ത മോളെ പഠനത്തിന് വേണ്ടി ഞങ്ങൾ ബാലുശ്ശേരി കാറ്റലിസ്റ്റിലായപ്പോൾ ഈ സാഫ് SKS അതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഹോസ്റ്റൽ ഫീസ് മാത്രമേ കൊടുത്തുള്ളൂ.
ബാക്കി ഫീസൊന്നും മാഷ് വാങ്ങിയില്ല. പ്രതികൂല സാഹചര്യങ്ങളെ തനിക്കനുകൂലമാക്കി മുന്നേറി വിജയത്തിൻ്റെ പടവുകൾ കയറുന്ന ബിൻസി തൻ്റെ ആഗ്രഹം നമ്മോട് പങ്കുവെക്കുന്നു. ചെറുപ്പത്തിലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. അച്ഛനും അമ്മയൊക്കെ തന്നെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഇത്രയും കാലം പഠിക്കാനും ഇനി അഡ്മിഷൻ്റെ കാര്യങ്ങളായാലും ഒരുപാട് പേര് പൈസയായിട്ടും നല്ല നല്ല വാക്കുകളായിട്ടും ഒക്കെ തന്നെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും 5.5 വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്കൊരു നല്ലൊരു ഡോക്ടറാവണം. എന്നെ സഹായിച്ച പോലെ തന്നെ മറ്റുള്ളവർക്ക് എന്നിൽ നിന്നൊരു നല്ലൊരു സഹായം ചെയ്യാൻ കഴിയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുന്നേറുന്ന ബിൻസിയെയും കുടുംബത്തെയും നമുക്ക് ചേർത്ത് നിർത്താം. ഇനിയുള്ള യാത്രകളിൽ ഈ കുടുംബത്തിന് പിന്തുണയേകുവാൻ നന്മ പറ്റാത്ത മനസ്സുകൾ തയ്യാറാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബിൻസിയുടെയും കുടുംബത്തിൻ്റെയും വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.